ഇന്നലെ മുതൽ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നൊരു വാർത്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ അഖിൽ NRDയുടെ വാർത്തയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മറ്റൊരാളുമായി സ്നേഹബന്ധത്തിലായിരുന്നുവെന്നും ഇപ്പോൾ അവരെ വിവാഹം കഴിച്ചുവെന്നുമുള്ള പേരിൽ അഖിലിനെതിരെയും ഭാര്യയ്ക്കെതിരെയും കടുത്ത രീതിയിൽ വിമർശനം നടത്തുന്ന ആളുകൾക്കിടയിലൂടെയാണ് ഇപ്പോൾ അഖിൽ NRD എത്തുന്നത്. അവൾ പോയി, അവൾക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ പോയി. ഈ വിവാഹബന്ധം അവൾക്ക് സന്തോഷമായിരുന്നില്ല, അതുകൊണ്ടാണ് അവൾ പോയത്. അവളെ ഇനി ഉപദ്രവിക്കേണ്ട, അവളെ വിട്ടേക്കൂ. അവളുടെ ജീവിതം നോക്കിയല്ലേ അവളെ പോയത്. എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ഓരോരുത്തരൊക്കെ തന്നെയും എന്തോരമാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്. ചിലർ വേണ്ടെങ്കിൽ വിഷം വരെ കൊലപ്പെടുത്താറുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും ആരും ചെയ്തില്ലല്ലോ. വെറുതെ വിട്ടേക്കൂ. അതിന് പിന്നാലെ തന്നെ ഇൻസ്റ്റഗ്രാമിലെ ചിത്രങ്ങളെല്ലാം നീക്കം ചെയ്തു. ഇതോടെ തന്നെ അഖിൽ NRDയുടെ പ്രശ്നം എന്താണെന്നും ഇപ്പോൾ വളരെയധികം സങ്കടാവസ്ഥയിലൂടെയാണ് അത് കടന്നു പോകുന്നതെന്നും മനസ്സിലാകുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. കോണ്ടന്റ് ക്രിയേറ്ററും ഇൻഫ്ലുവൻസറും അതുപോലെ തന്നെ നേവിയിലെ ഉദ്യോഗസ്ഥനുമൊക്കെയായ അഖിൽ NRDയുടെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറുന്നത്. നേവി തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു. അവിടെ എത്തി അവിടുത്തെ ജോലി ഇങ്ങനെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നാട്ടിലെത്തി ചുമ്മാ ഒരു രസത്തിന് റീൽസ് ചെയ്തു തുടങ്ങിയത്. അത് പിന്നീട് സീരിയസ് ആയി. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി അത് മാറി. അങ്ങനെ തൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും താരം വെളിപ്പെടുത്താൻ തുടങ്ങി. കഴിഞ്ഞ ദിവസമാണ് അഖിലിന്റെ ഭാര്യ മറ്റൊരാളോടൊപ്പം ഇറങ്ങിപ്പോയി എന്ന വാർത്ത വന്നത്. അഖിലിന്റെയും ആ പെൺകുട്ടിയുടെയും വിവാഹം കഴിഞ്ഞ് ഏകദേശം 2 വർഷം തികയുന്നതേ ഉള്ളൂ. അഖിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സമയത്താണ് പരിചയക്കാരനായ ബസ് തൊഴിലാളിക്കൊപ്പം ഭാര്യ ഇറങ്ങിപ്പോയതെന്ന് പറയുന്നു. ഇത്തരത്തിലൊരു CCTV പ്രചരിക്കുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെ ആരും സ്ഥിരീകരണം നടത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലാകെ നിരവധി വീഡിയോകൾ പ്രചരിക്കുകയും ചെയ്യുന്നു. അതിൽ ചിലത് ഭാര്യയെ പരിഹസിച്ചുകൊണ്ടും അവർക്ക് മനോവേദന ഉണ്ടാക്കുന്ന രീതിയിലും കുറ്റപ്പെടുത്തിയാണ് എത്തുന്നത്. മറ്റു ചിലത് അഖിലെ വിമർശിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും വളരെ മോശമായ രീതിയിലും കമന്റുകളും ഇവരുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അഖിലിനെ കുറിച്ചും ഭാര്യയെക്കുറിച്ചും നിരവധി പേരാണ് സംസാരിച്ച് എത്തുന്നത്. എന്തിനായിരുന്നു മേഘ ഇങ്ങനെ ചെയ്തതെന്നും മേഘയ്ക്ക് എന്തായിരുന്നു കുറവെന്ന് ചോദിക്കുന്നവർ സന്തോഷമായിരിക്കില്ല ഒരുപക്ഷെ ആ ജീവിതവുമായി അവർക്ക് കിട്ടിയിരുന്നത്, അതുകൊണ്ട് സന്തോഷം തേടി പോയതായിരിക്കാം എന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആശ്വസിക്കുകയും ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നതും വ്യക്തമായി തന്നെ കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് എന്നുകൂടി നമുക്ക് പറയാൻ പറ്റുന്നു. ഇപ്പോൾ വളരെയധികമുള്ള കുറിപ്പുകളാണ് അഖിലിനെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും വെളിപ്പെടുത്തുന്നത്. അഖിൽ എന്തായാലും ഭാര്യയെ വിട്ടേക്കുമെന്നും അവളുടെ ജീവിതവുമായി മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞല്ലോ. ഇനി ആ കാര്യത്തിലേക്ക് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇനി അത് അവരുടെ ജീവിത പ്രശ്നം തന്നെയാണ്. അഖിൽ അതിനെ നന്നായി നോക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.